യേശുവും ശിഷ്യന്മാരും വഞ്ചിയിൽ കയറി മറുകരയിലേക്ക് പോവുകയാണ്. അങ്ങനെ വഞ്ചിയിലായിരിക്കുമ്പോൾ കാറ്റും കോളും ഉണ്ടാവുകയാണ്. തിരമാലകൾ ആഞ്ഞടിച്ചു എന്നാണ് വചനത്തിൽ പറയുന്നത്. ഈ സമയത്ത് യേശു കിടന്ന് ഉറങ്ങുകയാണ്. ഇതെങ്ങനെ സാധിക്കുന്നു യേശുവിന്? അതാണ് ഒട്ടും മനസ്സിലാകാത്തൊരു കാര്യം. ഒന്നാമത്തെ കാര്യം, കിടന്നുറങ്ങേണ്ട സ്ഥലമല്ല വഞ്ചി. അത് അലർട്ടായിട്ടിരിക്കേണ്ട സ്ഥലമാണ്. കാരണം എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഒരു യാത്രയിലാണ്, അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെയൊക്കെ ഇരിക്കണം. ഈ സമയത്ത് അവിടെ യേശു കിടന്ന് ഉറങ്ങി. ഇനി ഉറങ്ങിയെന്ന് മാത്രമല്ല, അപ്പോഴാണ് കാറ്റും കോളും ഉണ്ടാകുന്നത്, തിരമാലകളൊക്കെ ആഞ്ഞടിച്ചത്. എന്നിട്ടും യേശു ഉണർന്നില്ല, അവൻ ഉറങ്ങുകയായിരുന്നു. എന്നിട്ട് ശിഷ്യന്മാർ വിളിച്ചുണർത്തി എന്നാണ് വചനത്തിൽ പറയുന്നത്. പ്രിയമുള്ളവരെ, ഇങ്ങനെയൊക്കെ ഒരാൾക്ക് ആകാൻ പറ്റുമോ? അതാണ് ഈ ഇൻസിഡൻറ്റ് നമ്മളെ പഠിപ്പിക്കുന്നൊരു പാഠം. എത്ര കാറ്റും കോളും ഉണ്ടായാലും യേശുവിന് ഒരു കാര്യം അറിയാം, ഈ കാറ്റും കോളും പുറത്താണ്. അകം ശാന്തമായവന് പുറത്തെ കാറ്റും കോളും ഒരിക്കലും അവൻ്റെ ഉള്ളിനെ തകർക്കാൻ കഴിയില്ല. അതുകൊണ്ട് യേശു ശാന്തമായി കിടന്നുറങ്ങി. എത്ര മനോഹരമായിട്ടായിരിക്കും ആ രംഗം കടന്നു പോയതല്ലേ. പുറത്ത് വലിയ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാകുമ്പോൾ ക്രിസ്തു വളരെ സൗമ്യതയോടെ, വളരെ ശാന്തതയോടെ സുഖമായി കിടന്നുറങ്ങി. ഈ ഉറക്കം നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യരൊക്കെ ഇന്ന് ഈ ഭൂമിയിലില്ലേ? എന്നെ കേൾക്കുന്ന ചിലരെങ്കിലും തീർച്ചയായിട്ടും ചിന്തിക്കുന്നുണ്ടാകും, എത്ര രാത്രികളാണ് ഉറക്കമില്ലാതെ പോയത്. രാത്രി പകലാക്കി സ്നേഹിച്ച മനുഷ്യരൊക്കെ ഏതൊക്കെയോ പകൽ സമയത്ത് വിട്ടിട്ട് പോയതിൻ്റെ പേരിൽ എത്ര രാത്രികളാണ് അവർ ഒറ്റയ്ക്കായി പോയത്. അതുകൊണ്ട് തന്നെ ഉറങ്ങാതെ ഉള്ളിലെ കാറ്റും കോളും കൊണ്ട് വേദന അനുഭവിച്ച എത്ര മനുഷ്യഹൃദയങ്ങളാണ് ഈ വചനം വായിച്ച് ധ്യാനിക്കുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ നമുക്കെല്ലാവർക്കും നൽകുന്ന ഒരു ശാന്തിയുടെ സുവിശേഷമാണിത്. പുറത്ത് കാറ്റും കോളും ഉണ്ടായാലും പൊന്നു തമ്പുരാൻ സുഖമായി കിടന്നുറങ്ങി. ആ പൊന്നു തമ്പുരാനെ മുറുകെ പിടിച്ചവർക്കും അതേ അനുഭവം തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. ജീവിതത്തിൽ കാറ്റും കോളും ആ ക്രിസ്തുവിന് പോലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കുമുണ്ടാകും. എന്നിട്ടും ശാന്തിയോടെ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ മഹാഭാഗ്യം എന്താണ്? ഉള്ളിലെ ശാന്തതയെ പുറത്തുള്ള ഒരു അശാന്തിക്കും കെടുത്താനാകില്ല എന്ന വെളിച്ചമാണ് ഇന്നത്തെ സുവിശേഷം. ഉള്ളിൽ സമാധാനവും ശാന്തിയും സൂക്ഷിക്കാൻ കുറച്ചും കൂടി ക്രിസ്തുവിൻ്റെ ജീവിതവുമായി ചേർത്ത് വയ്ക്കണമെന്ന് തോന്നുന്നു. പുറമേയുള്ള ഒന്നിനും ഉള്ളിലെ ശാന്തതയെ നശിപ്പിക്കാൻ കഴിയാതിരിക്കട്ടെ. സുഖമായി കിടന്നുറങ്ങാൻ നമുക്കും കഴിയട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ജീവിതത്തോണി തുഴയുമെന്നമരത്ത് നാഥനാമേശുവുണ്ട്. ഏകനായൊരു നാളും മാറിടാതെ ചുക്കാൻ പിടിച്ചവൻ കൂടെയുണ്ട്. ജീവിതത്തോണി തുഴയുമെന്നമരത്ത് നാഥനാമേശുവുണ്ട്. ഏകനായൊരു നാളും മാറിടാതെ ചുക്കാൻ പിടിച്ചവൻ കൂടെയുണ്ട്. ആഴക്കടലിൽ തിരകളുയർന്നു എന്നിൽ കുതിച്ചു പായുമ്പോൾ, ആർത്തിരമ്പും വീച്ചികളാലൻ തോണി നിലയില്ലതുലയുമ്പോൾ. ആഴക്കടലിൽ തിരകളുയർന്നു എന്നിൽ കുതിച്ചു പായുമ്പോൾ, ആർത്തിരമ്പും വീച്ചികളാലൻ തോണി നിലയില്ലതുലയുമ്പോൾ. ഭയപ്പെടുമോ ഞാൻ? ഭയപ്പെടുമോ? ഭയപ്പെടുമോ ഞാൻ? ഭയപ്പെടുമോ? കാറ്റും കടലും ശാന്തമാക്കിയ യേശുനാഥനുള്ളതിനാൽ, അലയും കോളും ശാസിച്ചവനാം യേശുനാഥനുള്ളതിനാൽ, കാറ്റും കടലും ശാന്തമാക്കിയ യേശുനാഥനുള്ളതിനാൽ, അലയും കോളും ശാസിച്ചവനാം യേശുനാഥനുള്ളതിനാൽ. ഭയപ്പെടുമോ ഞാൻ? ഭയപ്പെടുമോ? ഭയപ്പെടുമോ ഞാൻ? ഭയപ്പെടുമോ?
കണ്ണീർ സാഗരമെൻ കാഴ്ചകൾ മൂടി മാനസം നൊന്തു പിടയുമ്പോൾ അത് പെരുവെള്ളം പോലൊഴുകിയിറങ്ങി പടകിൻ മീതെ കവിയുമ്പോൾ. കണ്ണീർ സാഗരമെൻ കാഴ്ചകൾ മൂടി മാനസം നൊന്തു പിടയുമ്പോൾ അത് പെരുവെള്ളം പോലൊഴുകിയിറങ്ങി പടകിൻ മീതെ കവിയുമ്പോൾ. തകർന്നിടുമോ ഞാൻ, തകർന്നിടുമോ, തകർന്നിടുമോ ഞാൻ, തകർന്നിടുമോ. ആഴിയിലമർന്ന എന്നെ തൻ കരം പിടിച്ചുയർത്തിയ കടലിൻ മീതെ നടന്ന നാഥൻ ജീവിത നൗകയിലുള്ളതിനാൽ. ആഴിയിലമർന്ന എന്നെ തൻ കരം പിടിച്ചുയർത്തിയ കടലിൻ മീതെ നടന്ന നാഥൻ ജീവിത നൗകയിലുള്ളതിനാൽ. തകർന്നിടുമോ ഞാൻ, തകർന്നിടുമോ, തകർന്നിടുമോ ഞാൻ, തകർന്നിടുമോ. പ്രതികൂലക്കാറ്റുകളൊന്നായി എന്നിൽ ആഞ്ഞു വീശിയടിക്കുമ്പോൾ സാഗരമധ്യേ ദിശയില്ലാതെ തീരം തേടി അലയുമ്പോൾ. പ്രതികൂലക്കാറ്റുകളൊന്നായി എന്നിൽ ആഞ്ഞു വീശിയടിക്കുമ്പോൾ സാഗരമധ്യേ ദിശയില്ലാതെ തീരം തേടി അലയുമ്പോൾ. ഭ്രമിച്ചിടുമോ ഞാൻ, ഭ്രമിച്ചിടുമോ, ഭ്രമിച്ചിടുമോ ഞാൻ, ഭ്രമിച്ചിടുമോ. ചെങ്കടലിൽ വഴിയൊരുക്കി എന്നെ കരം പിടിച്ചു നടത്തിയാൽ കടലിൻ നടുവിലിറങ്ങിയ നാഥൻ ജീവിത പാതയിലുള്ളതിനാൽ. ചെങ്കടലിൽ വഴിയൊരുക്കി എന്നെ കരം പിടിച്ചു നടത്തിയാൽ കടലിൻ നടുവിലിറങ്ങിയ നാഥൻ ജീവിത പാതയിലുള്ളതിനാൽ. ഭ്രമിച്ചിടുമോ ഞാൻ, ഭ്രമിച്ചിടുമോ, ഭ്രമിച്ചിടുമോ ഞാൻ, ഭ്രമിച്ചിടുമോ. ജീവിത തോണി തുഴയുമെന്നമരത്ത് നാഥനാമേശുവുണ്ട്. ഏകനായൊരു നാളും മാറിടാതെ ചുക്കാൻ പിടിച്ചവൻ കൂടെയുണ്ട്. ഏകനായൊരു നാളും മാറിടാതെ ചുക്കാൻ പിടിച്ചവൻ